പത്തനംതിട്ട ചരക്കുന്നിൽ യുവാക്കൾക്ക് ക്രൂരപീഡനം. സ്വകാര്യ ഭാഗത്ത് സ്റ്റാപ്ലർ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുങ്ങിയ 2 യുവാക്കളാണ് ക്രൂരതയ്ക്ക് ഇരയായത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവർ പിടിയിലായി. ശശി നാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശി, കേൾക്കുമ്പോൾ ഒരേ സമയം പേടിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും അതോടൊപ്പം വിചിത്രമെന്നൊക്കെ തോന്നിപ്പോവുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവം? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വളരെ ക്രൂരമായ ഒരു പീഡനമാണ് യുവാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സാധാരണ ഹണി ട്രാപ്പിൽ പെടുത്തുമ്പോൾ സ്വാഭാവികമായി പണം തട്ടിയെടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താണ് ഹണി ട്രാപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് 2 യുവാക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭാര്യയും ഭർത്താവും, അതായത് ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവരാണ് പ്രതികൾ. ഇവർ ഈ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ജനകേന്ദ്രത്തിൽ 23 സ്റ്റാപ്ലർ മുളക് സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത് ക്രൂരമായി ഇരുമ്പ് വടി കൊണ്ട് കെട്ടിത്തൂക്കിയ ശേഷം അടിക്കുകയും ചെയ്യുന്ന മർദ്ദിക്കുകയും ചെയ്യുന്ന വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. ഇവർ 2 പേരും സൈക്കോ മനോനില ഉള്ളവരെന്നാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനം ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. അത് പ്രധാനമായും പറയുന്നത് 1-ാം തീയതിയാണ്. കഴിഞ്ഞ 1-ാം തീയതി റാന്നി സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഈ രശ്മി ഫോൺ ചെയ്ത് വിളിച്ചു വരുന്നത്. ചില അടുപ്പമുണ്ടെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് സ്ഥിരീകരിക്കാത്ത കാരണങ്ങൾ. എന്തായാലും ഈ യുവാവുമായി ചില ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ചരൽക്കുന്നിലേക്ക് വിളിച്ചു വരുന്നു. ഒപ്പം ഭർത്താവ് ജയേഷ് വന്ന് ഇയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കൈകാലുകൾ കൂട്ടി ബന്ധിച്ചതിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും കയറ് വെച്ച് വീട്ടിന് ഉള്ളിൽ ജനലിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം ജനകേന്ദ്രത്തിൽ 23 സ്റ്റാപ്ലർ അടിക്കുകയും അങ്ങനെ മുളക് സ്പ്രേ, അതായത് പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായ മർദ്ദനം ഈ യുവാവിന് ഏൽക്കേണ്ടി വന്നു. മുഖത്തും കൈക്കും വാരിയലുകൾക്കും എല്ലാം പീഡനമേറ്റതിനു ശേഷമാണ് ഈ ഇദ്ദേഹത്തെ ജയേഷ് തന്നെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മർദ്ദനമേറ്റ് അവശനിലേക്കുള്ള ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഓട്ടോ തൊഴിലാളികളാണ് ഈ ആശുപത്രിയിലെത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ മുഴുവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യമാണ് ഈ റാന്നി സ്വദേശിയായ യുവാവ് പറഞ്ഞത്. എന്തായാലും ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ തോന്നി. ഉടനെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നതിന് ശേഷം ചോദ്യം ചെയ്യുമ്പോഴും ഈ രശ്മിയുടെയും ജയേഷിന്റെ പേരുകൾ ഈ ജയേഷ് പറഞ്ഞില്ല. കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഹണി ട്രാപ്പിൽ പെട്ടതായി ഒപ്പം മർദ്ദനമേറ്റവരും ഈ റാന്നി സ്വദേശി പറയുന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് ഈ വിശദമായ ഒരു അന്വേഷണം നടത്തുന്ന സമയത്താണ് ഈ ആലപ്പുഴ സ്വദേശിയായ യുവാക്ക് മർദ്ദനമേറ്റവരും കൂടി പുറത്തു വരുന്നത്. ആലപ്പുഴ സ്വദേശിയും സമാനമായ രീതിയിൽ ചരൽക്കുന്നിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം വീണ്ടും ജയേഷ് വീട്ടിലെത്തിച്ചതിനു ശേഷം സമാനമായ രീതിയിൽ മർദ്ദിക്കുകയും അതുപോലെ തന്നെ പൂർണ്ണ നഗ്നനായ ശേഷമാണ് ഇത്തരം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഉടൻ തന്നെ ഈ ജയേഷിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാൻ പറയുകയും അത്ര ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ റാന്നി സ്വദേശിയുടെ കയ്യിൽ നിന്നും ഒരു ഐഫോണും 19,000 രൂപയും ഇവർ കവർന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 2 യുവാക്കൾക്കും സമാനതകളില്ലാത്ത ക്രൂരമായ മർദ്ദനം വീടിനുള്ളിൽ മണിക്കൂറുകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ 2 പേരും ഈ കഴിഞ്ഞ 1-ാം തീയതിക്ക് ശേഷം അതിനുശേഷം നടന്ന ഈ പീഡന കാര്യങ്ങൾ പുറത്ത് പറയാതിരുന്നത് ഈ അഭിമാനം ഓർത്തും നാണക്കേട് ഓർത്തുമാണ് പലപ്പോഴും ഈ വിവരം പുറത്തു പറയുന്നത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയമാണ് പിന്നീട് പോലീസ് അറിയിക്കുകയും ആ പോലീസ് വിശദമായി ആറന്മുള പോലീസ് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കൃത്യമായി. ശശിനാരായൺ, ഈ ജയേഷും ഭാര്യ രശ്മിയും അവരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടോ? 2 പേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും 2 കേസുകളാണ് എടുത്തുള്ളത്. 2 കേസായിട്ട് 1-ാം തീയതിയാണ് റാന്നി സ്വദേശി ഇവരുടെ കൈവശമാവുന്നത്. അതിനുശേഷമാണ് ആലപ്പുഴ സ്വദേശിയെ ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് സമാനമായ രീതിയിൽ മർദ്ദിച്ച് ഹണി ട്രാപ്പിൽ പെടുത്തി മർദ്ദിച്ച് ഈ പണം കവരുകയും ചെയ്തത്. എന്തായാലും 2 കേസായിട്ടാണ് പോലീസ് എടുത്തുള്ളത്. ഇത് ചരൽക്കുന്ന് കോഴഞ്ചേരി ഭാഗത്തായതുകൊണ്ട് തന്നെ ഇത് കോയിപ്പുറം സ്റ്റേഷന്റെ പരിധിയിലേക്ക് ആറന്മുള പോലീസ് ഈ കേസ് അങ്ങോട്ട് കൈമാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവർക്ക് 2 പേർക്കും സൈക്കോ മനോനിലയുള്ള പ്രതികളാണെന്നാണ് പോലീസ് വെച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ഈ ചെറുപ്പക്കാർക്ക് ഏൽക്കേണ്ടി വന്നത് വളരെ ക്രൂരമായ ശരീരമാസകലം മുറിവേറ്റ നിലയിലും ഇരുമ്പ് വടി കൊണ്ട് അടിയേറ്റ നിലയിലും ഒപ്പം തലയ്ക്ക്, കൈക്ക്, വയറിനൊക്കെ ഗുരുതരമായ പല്ലുകൾ പോലും പരിക്ക് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ യുവാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് പറയാതിരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ മാനഹാനിയെ കുറിച്ച് നാണക്കേട് ഓർത്താണ് ഇവർ പറയാതിരുന്നത്. പിന്നീട് ആശുപത്രി ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പിന്നീട് ഈ കേസിന്റെ ചുരുളഴിയാനുള്ള കാരണമായി മാറുന്നത്. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതികൾ വ്യക്തമാക്കുന്നത്. 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ ജയേഷ്, രശ്മി
ഇവര് ചെയ്ത ഈ ക്രൂരകൃത്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു മനോനില ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്രത്തോളം പൈശാചികമായി മറ്റു മനുഷ്യരോടോ മൃഗങ്ങളോടോ ഒക്കെ ആയിക്കോട്ടെ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വേദന മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇവരെ കുറിച്ച് മറ്റ് വിവരങ്ങൾ പോലീസ് നമുക്ക് കൈമാറുന്നുണ്ടോ? ഇവരെന്ത് ജോലി ചെയ്തിരുന്ന ആളുകളാണ്? ഇവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്? അതേക്കുറിച്ചൊക്കെ തീർച്ചയായും ആ വിവരങ്ങളാണ് പോലീസ് ഇനി നേരത്തെ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സാധാരണ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ആളുകളെ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് ഉൾപ്പെടുത്തി കണക്കിൽപ്പെടുത്തിക്കൊണ്ട് ഈ അവരുടെ പണം കവരുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചിലപ്പം ചെറിയ മർദ്ദനമൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അതിലുപരിയായി ഈ സൈക്കോ മനോനിലയിലുള്ള ക്രൂരമായ മർദ്ദനം, ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ യുവാക്കളുടെ ഹൃദയത്തിൽ അടിക്കുക, ഒപ്പം പെപ്പർ സ്പ്രേ ഈ ജനനേന്ദ്രിയത്തിൽ അടിക്കുക, ദേഹമാസകലം ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുക, കയർ ഉപയോഗിച്ച് കൈകാലുകൾ, ഇതെല്ലാം ഇവർ രണ്ടുപേരുടെ ചേർന്നാണ് ചെയ്തത്. ഇവരുടെ സ്ഥാനത്തിലാണ് ചെയ്യുന്നത്. വീടിനുള്ളിൽ ജനലിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുക. അങ്ങനെ ക്രൂരമായ മർദ്ദനം ഈ യുവാക്കൾ കേൾക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർക്ക് ഇക്കാര്യങ്ങൾ പുറത്തു പറയാനുള്ള മാനഹാനി ഓർത്തും നാണക്കേട് ഓർത്തുമാണ് ഇവർ പറയുന്നത്. പിന്നീട് ഡോക്ടർമാർക്ക് തോന്നിയ സംശയം ഇത്തരം മുറിവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ചെയ്യലാണ് പിന്നീട് ഈ കേസിലേക്ക് എത്തുന്നത്. പോലീസ് വിശദമായി ഈ കേസ് അന്വേഷിക്കുകയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് എസ് പി ഇടപെട്ടാണ് പത്തനംതിട്ട എസ് പിയുടെ നേരിട്ടുള്ള അന്വേഷണമാണ് ഈ കേസ് നടക്കുന്നത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ സമാനമായ രീതിയിൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും ശശിനാരായണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണയായി ഈ ഹണി ട്രാപ്പ് അത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ ആളുകളെ വിളിച്ചു വരുത്തി അതിന് ഇരയാക്കപ്പെടുന്ന ആളുകളെ പ്ലാൻ ചെയ്ത് ട്രാപ്പ് ചെയ്ത് വിളിച്ചു വരുത്തി ദൃശ്യങ്ങളൊക്കെ എടുപ്പിക്കും, വീഡിയോകളൊക്കെ ചിത്രീകരിച്ച ശേഷം ഭീമമായ തുക ആവശ്യപ്പെടുകയാണ് പൊതുവെ ചെയ്യാറ്. അത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഭീഷണിയാണ് പൊതുവെ മുഴക്കാറുള്ളത്. പക്ഷേ ഈ ദമ്പതികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ ഇരയാക്കപ്പെട്ട ആളുകളെ. എന്തിനത് ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലേ? ഈ പണം ആവശ്യപ്പെട്ടിട്ട് നൽകില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണോ ഈ ക്രൂരപീഡനം ഈ യുവാക്കൾക്ക് മേൽ ഏൽപ്പിച്ചത്? ആ സാഹചര്യത്തെക്കുറിച്ച് സൂചനയുണ്ടോ നമുക്ക്? അത്തരം വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് യുവാക്കൾക്കും ഒരുപക്ഷെ ഫോൺ സന്ദേശത്തിലൂടെ ഈ യുവതിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടാവായിരിക്കാം. അത്തരം കാര്യങ്ങളായിരിക്കും ഈ രണ്ടുപേരും ഇവിടെ എത്താൻ കാരണം. കാരണം റാന്നി സ്വദേശിയെ ഈ യുവതി വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പം നേരത്തെ മുൻകൂട്ടി ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് പരിചയമുണ്ടാകാം, ഒരുപക്ഷെ ഫോൺ സന്ദേശത്തിലൂടെ ഇവർ ഫോൺ സൗഹൃദം ഉണ്ടായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും അവിടെ വരാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ആലപ്പുഴ സ്വദേശി ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഈ ചലക്കുട്ടികളിലേക്ക് വിളിച്ചു വരുന്നത് ഭർത്താവാണ്, ജയേഷാണ്. ഈ രണ്ടുപേരെയും ഇവരെ എത്തുന്ന സ്ഥലത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടാകുന്നത്. എന്തായാലും ഈ മർദ്ദനമേറ്റ രണ്ട് യുവാക്കൾക്കും ഒരുപക്ഷെ ഈ യുവതിയുമായി ദമ്പതികളിൽ ഒരാളായ രശ്മിയുമായി ഫോൺ സന്ദേശത്തിലെ എന്തെങ്കിലും ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഇത്തരത്തിൽ ഇവിടെ വരാൻ സാധ്യത വളരെ കുറവാണ്. വിളിച്ച് വരുത്തുകയാണ് ചെയ്ത രണ്ട് യുവാക്കളും. എന്തായാലും രണ്ടുപേർക്കും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടിരിക്കുന്നു. അവര് വലിയ രീതിയിലുള്ള മർദ്ദനം, അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജനനേന്ദ്രിയത്തിലൊക്കെ 23 സ്റ്റാപ്ലർ അടിക്കുകയാണെന്ന് പറയാൻ ക്രൂരമായ മർദ്ദനമാണ്. ഒപ്പം കെട്ടിത്തൂക്കി ഇരുമ്പ് വടികൊണ്ട് ദേഹമാസകലം മർദ്ദിക്കുന്നു. ഒപ്പം പല്ലുകൾക്കും മുഖത്തും കണ്ണുകൾക്കും എല്ലാം പരിക്കേൽക്കുന്നു. അങ്ങനെ ക്രൂരമായി രണ്ടുപേരെയും മർദ്ദിച്ച സമാനമായ രീതിയിലാണ്. പിന്നെ ഒപ്പം ഈ ലക്ഷ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവ് ആവശ്യപ്പെടുന്നു. അത് അഭിനയിക്കാൻ കാണിക്കുന്നു. എന്നിട്ട് അഭിനയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. ഒപ്പം ഈ റാന്നി സ്വദേശി ചെയ്യുന്ന ഐഫോണും 19,000 രൂപയും കവർന്നെടുത്തതിനു ശേഷം വളരെ അവശനായ നിലയിലാണ് ഈ യുവാവിനെ പിന്നീട് പുതുക്കുളം എന്ന സ്ഥലത്ത് കൊണ്ട് പുതുമൺ എന്ന ജംഗ്ഷനിൽ കൊണ്ട് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. പിന്നെ ഈ ഓട്ടോ തൊഴിലാളികളാണ് ആദ്യത്തെ റാന്നി സ്വദേശിയായി യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അങ്ങനെ ഈ കേസ് എന്തായാലും ഒരു വലിയ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എസ് പി തന്നെ നേരിട്ടാണ് ഈ കേസ് അന്വേഷണത്തിലുള്ള അത്തരത്തിൽ കേസ് അന്വേഷിക്കുക. എന്തായാലും സമാനമായ രീതിയിൽ നേരത്തെയും ഇത്തരം ആൾക്കാർ ഇവരുടെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. തീർച്ചയായും ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസിൽ പുറത്തു വരേണ്ടതുണ്ട്. സൈക്കോ മനോനിലയുള്ള ദമ്പതികളാണ് ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജയേഷും രശ്മിയും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിപൈശാചികമായി രണ്ട് യുവാക്കളെ ക്രൂരപീഡനത്തിന് ഇരയാക്കാൻ സാധിക്കില്ലല്ലോ സാധാരണ മനോനിലയുള്ള മനുഷ്യർക്കാർക്കും. അത്തരത്തിൽ
സമാനതകളില്ലാത്ത, നമുക്ക് പറയാൻ പോലും വിവരിക്കാൻ പോലും കഴിയാത്ത അത്ര ക്രൂരമായ പീഡനമാണ് ഈ രണ്ട് യുവാക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും SP-യുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. SP നേരിട്ട് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.